ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. പാലക്കാടൻ പിയോന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് കവ ഐലൻഡിലാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് നിന്നും ഒരു 10-13 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് കവ ഐലൻഡ്. നമ്മുടെ മലമ്പുഴ ഡാമിനെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു അടിപൊളി ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ് ഈ കവ ഐലൻഡ്. നമ്മുടെ പാലക്കാടുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഈ സ്ഥലത്തെ പറ്റിയും. മാത്രമല്ല ഒരുപാട് വീഡിയോസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കവ ഐലൻഡിനെ പറ്റി ഉണ്ട് തന്നെ. നിങ്ങൾ കണ്ടോ, വെസ്റ്റേൺ ഗാട്ട്സാ ഫുള്ള്. ഈ റൗണ്ടിൽ നിന്ന് മുഴുവൻ ഈ ഇതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന മുഴുവൻ വെസ്റ്റേൺ ഗാട്ട്സാ. വെസ്റ്റേൺ ഗാട്ട്സ് ചുറ്റപ്പെട്ട സ്ഥലമാണ് കേട്ടോ മച്ചാന്മാരെ. ഇത് ഈ കവ ഐലൻഡ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഈ നമ്മുടെ എന്താ പറയാ, ഈ പ്രകൃതി സ്നേഹികളില്ലേ, അവർക്കെല്ലാം പറ്റിയ സ്ഥലമാണ്. ഫുള്ള് പച്ചപ്പും കിളികളുടെ ശബ്ദവും ശുദ്ധവായും അങ്ങനെ സമൃദ്ധമായൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ കവ ഐലൻഡിന്. അടിപൊളി സ്ഥലം ഉണ്ടാവും, ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ വന്നത് കുറച്ച് ഒരു ഈവനിങ് ഒരു 2-3 മണിയാകുമ്പോൾ ആ സമയത്തായതുകൊണ്ട് കുറച്ച് വെയിലുണ്ട്. പക്ഷെ നമുക്കിവിടെ പാലക്കാടിന്റെ ചൂടൊന്നും നമുക്കിവിടെ അറിയില്ല കേട്ടോ. എന്താ വെച്ചാലേ ഇവിടെ അടുത്ത് വെള്ളവും തടാകം പോലെ, തടാകം ഒന്നും പറയാൻ പറ്റില്ല, ഡാമിന്റെ വേണമെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് പരന്നടക്കുന്നു പറയാം. വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് കുറച്ച് ആ ഭാഗത്ത് കാണാം, അവിടെയൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ. ആ സൈഡ് മുഴുവൻ വെള്ള. അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ചൂടറിയുന്നില്ല. സാധാരണ ഈ ഒരു സമയത്ത് പറഞ്ഞാൽ നല്ലൊരു ചൂട് അനുഭവപ്പെടുന്ന സമയമാണ്. പക്ഷെ ഇപ്പൊ അത്ര വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ. ഒരു ചെറിയൊരു കാറ്റും തണുത്ത കാറ്റൊക്കെ ഉള്ളത് നമുക്ക് അറിയില്ല ചൂടൊന്നും. അപ്പോ നിങ്ങൾക്ക് ഏത് സമയത്തോടെ ഇങ്ങോട്ട് വരാം കേട്ടോ. 24 hours ഇവിടെ എൻട്രി അവൈലബിൾ ആണ്. പക്ഷെ സീൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങോട്ട് വരുന്ന റൂട്ട് കുറച്ച് പ്രശ്നമാണ്. കാരണം ഈ മലമ്പുഴ ഡാമൊക്കെ കണ്ട് ഇങ്ങോട്ട് വരുന്ന ടീമുകളാണെങ്കിലേ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു രാത്രി ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വണ്ടികൾ കടത്തി വിടില്ല. കാരണം ഈ ആനശല്യം മറ്റുമൊക്കെയുള്ള ഈ വരുന്ന വഴിക്ക് ഫോറസ്റ്റാ, ഫുള്ള് ഫോറസ്റ്റാ. അപ്പൊ ആനയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ടൊന്ന് വണ്ടി കടത്തി വിടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ വരുന്നവരൊന്നില്ലെങ്കിൽ കാലത്ത് വരിക, അല്ലെങ്കിൽ ഒരു വെയിൽ മൂപ്പതിന് മുമ്പായിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഇങ്ങോട്ട് ട്രാവലിംഗ് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വലിയ ബസ് റൂട്ടോ മറ്റു കാര്യങ്ങളൊന്നും ഇങ്ങോട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അവിടെ വന്നിട്ട് ഇത്ര നേരമായിട്ടും ഒരു KSRTC ബസ് പോലും ഞാൻ ഇത് വഴി കണ്ടിട്ടില്ല. അതുകൊണ്ട് വരുന്നവർ ബെറ്റർ ഒരു കാറിലോ ബൈക്കിലൊക്കെ വരുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതായിരിക്കും നിങ്ങൾക്ക് സേഫ്. കാരണം എന്താ വെച്ചാൽ ഇൻ കേസ് ബസ് നിങ്ങൾ പോകാൻ വൈകുകയോ മറ്റോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ബസ് കിട്ടില്ലെങ്കിൽ വൻ സീനായിരിക്കും പിന്നെ തിരിച്ചു പോകാനായിട്ട്. മാത്രമല്ല കാടായത് കൊണ്ട് തന്നെ രാത്രി ഇങ്ങോട്ട് വണ്ടികൾ കടത്തിയും വിടില്ല, വിട്ടുപോകും. അപ്പൊ വരുന്നവർ വല്ല കാറിലോ ബൈക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിട്ട് പോവാം. പിന്നെ കടകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കുറവാണ് ഗൈസ്. കാരണം അപ്പോ എന്താ പറയാ, വരുന്നവര് വെള്ളമോ സ്നാക്സോ എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ വാങ്ങിച്ചോളൂ, അതായിരിക്കും നല്ലത്. കാരണം ഇവിടെ കടകളും മറ്റു കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വാങ്ങുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. എന്തായാലും സംഭവം കൊള്ളാം, വന്നാൽ മടുക്കില്ല. അമ്മാര് സ്ഥല ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് വരാം, ധൈര്യമായിട്ട് വരാം, സ്ഥലം കാണാൻ വേണ്ടി വരാം. അല്ലാതെ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കാണാനായിട്ട് മറ്റേ ആകർഷണങ്ങളോ അല്ലാതെ വേറെ സെറ്റപ്പ് ഒന്നും ഇല്ല. ഒരു സ്ഥലം, ഒരു എന്താ പറയാ, ഫുള്ള് പച്ചപ്പായി കിടക്കുന്ന ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. വേറെ വലിയ സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. കാരണം കുഴപ്പമില്ലാതെ പോവാം. വന്നു കണ്ടു പോയി. കവയിലേക്ക് വന്നു വെച്ചാൽ കവയിലേക്ക് വന്നു പറയാം, അല്ലാതെ വേറെ വലിയ സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയ അടിപൊളി സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ സീസണാണ്. മൺസൂൺ സീസണിൽ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സൺസെറ്റ് ഒക്കെ കണ്ടു പോകാം കേട്ടോ. ഇവിടെ അടുത്ത് എന്താ പറയാ, നമ്മുടെ തടാകവും ഡാമും മലനിരയൊക്കെ ഉള്ളത് കൊണ്ട് സൺസെറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഇവിടെ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ കുറെ ആളുള്ളത് ഇവിടെ പശുവിനെ വെക്കുന്നുണ്ട്, കുറെ ആളുടെ ആടിനെ വെക്കുന്നുണ്ട്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ, മടുക്കില്ല, നടക്കാം. ഈ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ കവ. ഇങ്ങനെ നടന്ന് പോവാം ഇടയ്ക്കിലൊക്കെ. രാത്രി ആകുമ്പോൾ തിരിച്ചു പോയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളിത് കണ്ടോ, നല്ല വെസ്റ്റേൺ ഗാട്ട്സ്, നല്ല മലനിരകളൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്താ പറയുക, വേറെ ലെവലായിട്ട് സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈവനിങ് സമയത്താണ് വരുന്നതെങ്കിൽ വേറെ ലെവലായിരുന്നു കാര്യങ്ങള്. ഈ സൺസെറ്റ് കാണാൻ വന്ന നല്ല ഒട്ടും മടുക്കാത്ത രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാം കേട്ടോ. വിശ്രമിക്കാൻ, അതായത് വൈകുന്നേരങ്ങളിൽ വന്ന് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ്. കൊള്ളാട്ടോ സെറ്റ്. നിങ്ങളുണ്ടത് മാട് വെക്കുന്നുണ്ട് നോക്കിയാടെ, ഇവിടെ ഫുള്ളും മാടാ, പശുക്കളാ. ഈ ലെവലിൽ ഫുള്ള് പശുക്കളാ. ഇവിടെ ആട്, അവിടെ പശുക്കള്. കൊള്ളാട്ടാ. ഈ പോത്തുകളൊക്കെ മേയ്ക്കാൻ വിടില്ലേ, അവർക്ക് പറ്റിയ സ്ഥലമാണ്. കാരണം അതങ്ങ് അഴിച്ചങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ രാത്രി വന്നങ്ങ് കൂട്ടിയിട്ട് വന്നാൽ മതി. കഴിക്കാനും കുടിക്കാനുള്ള എല്ലാ സെറ്റപ്പും, അവറ്റക്കും കഴിക്കാനും കുടിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ട്. കൊള്ളാം, അടിപൊളി എൻ്റെ സ്ഥലം. നിങ്ങൾ തീരുമാല കണ്ട, ഇതിന് മുകളിൽ കയറിയിട്ടൊന്ന് കാണണം, ഈ സ്ഥലം ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷെ നടക്കില്ല. കാരണം ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങാൻ ആളുണ്ടാവില്ല. ഫുള്ള് ഫോറസ്റ്റാ. ആ ഫോറസ്റ്റിന്റെ മുകളിലാണ് ഈ സ്ഥലം, ഈ മല. ഇവിടെ നോക്കിയാൽ കാണുന്ന തന്നെയാ. പക്ഷെ ഇതിന്റെ മുകളിൽ നിന്ന് കയറിയാൽ കൊള്ളാതുണ്ട്, പക്ഷെ നടക്കില്ല കേട്ടാ. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ കവിയുടെ വിശേഷങ്ങൾ. സോ അടുത്തൊരു വീഡിയോ എടുത്ത് നമുക്ക് വീണ്ടും കാണാം. സോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
താങ്ക് യു ഫോർ യുവർ വാച്ചിങ്. ബൈ.